Hey guys, welcome to Rossi Talks. അപ്പം നമ്മളെ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. അതെ 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 അപ്പൊ ആദ്യത്തെ 2 എപ്പിസോഡിലും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നവർ തന്നെ വന്നിട്ട് നല്ല അഭിപ്രായങ്ങളും നേരിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു. പിന്നെ അറിയാത്ത ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരുപാടങ്ങ് വ്യൂസ് ഒന്നും കയറിയില്ല, 100K ഒന്നും ആയെന്നല്ല, എന്നാലും അറിയാവുന്നവരെ തന്നെ നല്ലോണം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലൊരു സജഷൻ വന്നായിരുന്നു ആസ്ട്രോളജി പറ്റി പറയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആസ്ട്രോളജിയെ പറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും അതിനെ വിശ്വസിക്കുന്നവരല്ല, രണ്ടുപേരും അതിനെ എതിരാണെന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കല്ലേ, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീം. അതെ, എനിക്ക് ഇവൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ലെന്ന്. ഇല്ല, ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. എനിക്ക് അതിൽ വിശ്വസിക്കുന്നവരോട് എതിർപ്പൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമല്ല. അപ്പൊ നമുക്ക് എന്താണ് അസ്ട്രോളജി എന്ന് പറഞ്ഞു തുടങ്ങല്ലേ. അസ്ട്രോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്റ്റാർസ്, പ്ലാനറ്റ്, അതിൻ്റെയൊക്കെ മൂവ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ ആസ്ട്രോളജി എന്ന് പറയുന്നത്. അതായത് ആസ്ട്ര മീൻസ് സ്റ്റാർസ്, ലോജി മീൻസ് സ്റ്റഡി ഓഫ് സ്റ്റാർസ്, അതാണ് അസ്ട്രോളജി. അപ്പം നിനക്ക് നിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് നിന്റെ ഒരു POV എന്താണ് അസ്ട്രോളജി ആണോ തെറ്റ്, മതവിശ്വാസമാണോ തെറ്റ്? നീയാണല്ലോ ഒരു ഏത്തിസ്റ്റ്, അപ്പൊ നിന്റെ അടുത്ത് വേണമല്ലോ ചോദിക്കാൻ. ലൈക്ക് മതവിശ്വാസമാണ് ഉറപ്പായിട്ട്, മതവിശ്വാസമാണ് തെറ്റ്. കാരണം അസ്ട്രോളജി കൂടുതൽ തെറ്റ്. അപ്പൊ അവിടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഞാൻ പറഞ്ഞേ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓക്കെ. ഈ ആസ്ട്രോളജി കാരണം യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മതവിശ്വാസങ്ങളുടെ എന്തോരം യുദ്ധങ്ങളാണ്. അസ്ട്രോളജിനെതിരെ ഞാൻ കേട്ടിട്ടുള്ള യുദ്ധമൊന്നും. അസ്ട്രോളജി പിന്നെ കുറച്ച് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പറയുന്നത്, പക്ഷെ അതിന് ഒരു സോളിഡ് എവിഡൻസ്. അതൊരു സ്യൂഡോ സയൻസ് ആണ്. അത് നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ആസ്ട്രോളജി ഒരു സ്യൂഡോ സയൻസ് ആണ്. സയൻസ് ആയിട്ടൊരു കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം സ്യൂഡോ സയൻസ് ആണ് പറയണമെങ്കിൽ 2 കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, ആസ്ട്രോളജി വെരിഫൈബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, ആസ്ട്രോളജി ഫോൾസിഫയബിളും അല്ല. അതുകൊണ്ടാണ് ആസ്ട്രോളജി സ്യൂഡോ സയൻസ് എന്ന് പറയാൻ കാരണം. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. ആസ്ട്രോളജി പറയുന്നത് ഇപ്പൊ സത്യമാണെങ്കിൽ അത് അതിന്റെ സയൻസ് കാരണമല്ല, പ്രൂവ് ചെയ്യാൻ എവിഡൻസ് ഇല്ല അതിന് അല്ലേ. ഇതൊരു പ്രൂവൺ അല്ല ഒരു സംഭവം. ഇപ്പൊ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോവാണെങ്കിൽ ഇപ്പൊ കുറെ പേര് പറയുന്നുള്ളൂ, നിങ്ങളൊരു 10 വട്ടം ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൽ 3 വട്ടം കാര്യം സാധിച്ചാൽ നിങ്ങൾ ആ 3 കാര്യം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്ലേഷൻ എഫക്റ്റ്. ലൈക്ക് ഇപ്പം നിങ്ങളൊരു ഇപ്പം നിങ്ങൾ ചൂടുള്ളൊരു പാത്രത്തിൽ തൊട്ടാൽ നിങ്ങൾ കൈ എന്തായാലും കൊള്ളും. അതേ കണക്കാണ് അവർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ചെല്ലുന്നൊരു. അപ്പോൾ ഇപ്പം പുള്ളി ഒരു കാര്യം പറയാം, നിങ്ങൾ ഹാർഡ് വർക്കാണ്, നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവർക്കും ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ അവർ അങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ ആണ് എന്നാൽ അങ്ങനെ നിങ്ങളോട് പറയും. ബട്ട് എല്ലാവരും അങ്ങനെയാണ്. കോമൺ ആയിട്ടുള്ള കാര്യം അവർ സ്പെസിഫൈ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങളുടെ പറയുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കും, പുള്ളിക്ക് എന്നെ പറ്റി അറിയാം, പുള്ളിയുടെ വണ്ടി പെട്രോൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല, എന്നിട്ടാണ് നിങ്ങളുടെ കാര്യം പറയുന്നത്. അത് ആ ഒരു സംഭവം പറയാൻ ഈ ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഞാൻ പറയട്ടെ, ഭയങ്കര എന്താണ്, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്കറിയാം ഇത് പ്രശ്നമാണ്, അല്ലാതെ അവരത് ചെല്ലത്തില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ശരിയാ, ആരെങ്കിലും ഇപ്പൊ ലോട്ടറി അടിച്ച് ജ്യോത്സ്യനെ ഈ പൈസ കൊണ്ട് അങ്ങനെ ചെല്ലത്തില്ലല്ലോ, പ്രശ്നം ഉണ്ടല്ലേ ചെല്ലത്തുള്ളൂ. അതവർക്കറിയാം. അതുകൊണ്ട് അവർ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, മണി വഴിയായിട്ട് നല്ല രീതിയിൽ ഊറ്റാറുണ്ട്. ഇപ്പം പറയും എന്റെ മോൻ പഠിക്കുന്നില്ല, എന്ത് ചെയ്യണം? അപ്പം ജോത്സ്യം ഇങ്ങനെ പറയും, നിങ്ങൾ ഈ ഡാഷ് അമ്പലത്തിൽ പോയിട്ട് ഡാഷ് ഒരുപാട് ഡാഷ് ഊരുകൾ ഇത്രണ്ണം ചെയ്യണം. ഡാഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താൽ ചീറ്റൊന്നുമില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ആ ഒരു പൂജ ചെയ്താൽ നിങ്ങൾക്ക് കുടുംബത്തിന് ഇതാവുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം താനെ വന്നോളും, അങ്ങനൊന്നുമില്ല. നമ്മള് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് സക്സസ് ഉണ്ടാവും. പിന്നെ ഇതിനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഏറ്റവും കൂടുതൽ അല്ലേ, അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം അതായത് ഈ എന്താണ് അസ്ട്രോളജി അങ്ങ് അന്ധമായിട്ട് ഹിന്ദുക്കളാണ് കൂടുതൽ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന കാണുന്നത്.
ലൈക്ക് എന്റെ ഫാമിലി എടുത്താലും ഞങ്ങളെ ഫാമിലി നോക്കുവാണെങ്കിലും അത് നമ്മളെ പേരൻസ് ഒക്കെ വിശ്വസിക്കുന്നവര് കേട്ടോ. വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത്. വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത്. ഞങ്ങള് ആ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു അസ്ട്രോളജിസ്റ്റ് ഉണ്ട്, ജോൾസിന്റെ ഒരു സ്ഥലമുണ്ട്. എടാ അവിടെ രാവിലെ തൊട്ട് ടോക്കൺ കൊടുത്ത ആൾക്കാരെ എടുത്തുന്നത്. ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ മറ്റേ അമ്മയായിട്ട് പോയ കാര്യമാണോ? അത് തന്നെ. അതൊന്ന് പറ, അത് കേൾക്കാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നീ പറഞ്ഞു, ഞാൻ പറഞ്ഞ ചിലപ്പോ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ ചിലപ്പോ കാണുന്നുണ്ടായിരിക്കും. ഇവനും ഇവന്റെ അമ്മയും കൂടെ ജോൾസിന്റെ അടുത്ത് പോയി. ഇവൻ പുറത്തിരുന്ന് അവന്റെ അമ്മയെ കയറി ഇങ്ങനെ അകത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ അവിടെ വന്ന് ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇവൻ പുള്ളിക്കാരത്ത് ചിന്ത പറ്റിയേട്ടാ പറഞ്ഞു. അങ്ങനെയല്ല, ഒരു പുള്ളി ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പുറത്തിരിക്കും, അമ്മ അതിന്റെ അകത്ത് ജോൾസിന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാ. അപ്പം പുറത്തുനിന്ന് ഒരു പുള്ളി വന്നിട്ട് ചോദിച്ചു, മോനാണ് അടുത്ത് കയറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാനല്ല, അമ്മ അകത്തുണ്ടെന്ന്. അപ്പം പറഞ്ഞു, മോൻ കയറുന്നില്ലേ, അമ്മ അകത്തില്ലേ? ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വിശ്വാസമില്ല. അപ്പൊ പുള്ളി വെച്ചാൽ വിശ്വാസമില്ലാതെ എനിക്കാണെങ്കിൽ 100 കൂട്ട് പ്രശ്നമാണ്. പുള്ളിയെടുത്ത് പറയുമ്പോൾ ഒരു ആശ്വാസമാണ്, പുള്ളി എന്തെങ്കിലും സൊല്യൂഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 100 രൂപ, ഞാൻ സൊല്യൂഷൻ പറയാന്ന്. അപ്പൊ പുള്ളി എന്നെ ചുമ്മാ തമാശക്ക് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങള് നക്ഷത്രം മറ്റേ ത്രികോണത്തിൽ ഇരിക്കുക, മറ്റേ രീതിയിലൊക്കെ ഇരിക്കുക, എന്തൊക്കെയോ അങ്ങനെ പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊക്കെ വിളിച്ച യൂണിവേഴ്സിനും ഈ സ്റ്റാർസിനും ഒരു വേറെ പണിയില്ലേ ചേട്ടൻ്റെ കാര്യം നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞ് പുള്ളിയുടെ പ്രശ്നമൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ചേട്ടാ എന്നാ അങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇല്ല ആളോട് ഇങ്ങനെ സംസാരിച്ച് നോക്ക്, അല്ലാതെ ഇതിന്റെ പുറകെയൊക്കെ നടന്ന് പൈസ കളയേണ്ട സമയം നിങ്ങൾ കളയേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ശരിയാ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാൻ തന്നെ. ചീത്ത വിളിക്കാനാണോ അടിയനെവിടെയും വിളിക്കാനെന്ന് പുള്ളിക്കാരൻ കാണുമെങ്കിൽ. അതെ ഞാൻ പറഞ്ഞ വീട്ടിന്റെ അടുത്തുള്ള ആ സ്ഥലത്തെ രാവിലെ തൊട്ട് എവിടെ നോക്കിയ മീൻസ് നമ്മളെ ഒരു വണ്ടി രജിസ്ട്രേഷൻ കാണുമ്പോൾ അറിയാല്ലേ ഇവിടെ ഉള്ളവരല്ല. അതൊക്കെ അതായത് കേരള തന്നെ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് അത്രയ്ക്കും തിരക്കാ അവിടെ. ബട്ട് ടോക്കണൊക്കെ കൊടുത്ത് ഭയങ്കര തിരക്കാ. അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡുകാർക്ക് ഭയങ്കര ലാഭമാണ്. സത്യമായിട്ടും ഭയങ്കര വരുമാനം അവർക്ക്. ആ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് ഒരു അത്യാവശ്യം കുറച്ച് ഒരു 7 വർഷമായി കാണും. ഒരു നിയമം വന്നായിരുന്നു, അതായത് ഇത്ര സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവ് ആയിട്ട് കുറച്ച് ഇതേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിയാലും എനിക്ക് ആർക്ക് വേണമെങ്കിലും ചുമ്മാ പോകുന്ന വഴിക്ക് എഴുതി വെച്ചേക്കും. ശൃംഗാര വരുന്നത് മറ്റേ ഇപ്പം ആളെ കിട്ടാത്ത രീതി വരികയാണെങ്കിലും ഇപ്പം ഒരു ജോത്സ്യനെ വേണം. ജോത്സ്യനില്ല, വേഷം കെട്ടി ചുമ്മാ. അതായത് ഇപ്പൊ ഒരു ഫാമിലി ഒരു ഇഷ്യൂ, ആ ഫാമിലിയായിട്ട് അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ ഫാമിലി ഇഷ്യൂസ് മൊത്തം അറിയാം. അപ്പം ആ ഇഷ്യൂ അറിയാവുന്ന ആ പുള്ളിക്കാരനും ജോത്സ്യനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കും. പുള്ളിക്കാരൻ വഴി കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എങ്ങനെ എന്നിട്ട് ഈ ഫാമിലിയിലുള്ള ആൾക്കാർ ജോത്സ്യനെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ജോത്സ്യൻ ഇങ്ങോട്ട് കാര്യങ്ങൾ പറയും. മറ്റേ കവടി നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട്. അതാ ജോത്സ്യം ഇങ്ങനെ കൊണ്ട് കവടി നിർത്തിയിട്ട് അത് ഇങ്ങനല്ലേ സംഭവം. അപ്പോഴത്തേക്ക് അവര് വീണു. അന്നേരം ഇപ്പൊ 1000 രൂപ കൊടുക്കാൻ പോകുന്നവരാണെങ്കിൽ 5000 രൂപ കൊടുക്കുക. ആ ടീംസാണ്. കാരണം അതല്ല, അവരങ്ങ് വിശ്വസിച്ചു പോകും. ആക്ച്വലി ഇത് എല്ലാവരും മണ്ടത്തരോ സംഭവം. ഇങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരുപാട് കാണിക്കുന്നു, ആ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇത് നോക്കൂ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാമെങ്കിൽ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്താണ് ആസ്ട്രോളജി. കാരണം ഇപ്പൊ അതിനെ വേറെ രീതി ഉപയോഗിക്കുന്നേ ഉള്ളൂ. ബട്ട് പണ്ട് അങ്ങനല്ല. മണി മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. പണ്ട് അങ്ങനല്ലായിരുന്നു. നമ്മൾ ഈ അഗ്രികൾച്ചർ റെവല്യൂഷന്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാനറ്ററി മൂവ്മെന്റിന്റെ ലൈക്ക് നമുക്കിപ്പോ കൃഷി ചെയ്യുമ്പോ ഇന്ന് മഴ പെയ്യുമോ, ലൈക്ക് അതിനു വേണ്ടിയാണ്. അങ്ങനെയാണ് ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഓരോ നക്ഷത്രത്തിൽ ആ ഒരു സമയത്തായിരിക്കാം നമുക്ക് മഴ കിട്ടുന്നത്. ലൈക്ക് അങ്ങനെയാണ് ആസ്ട്രോളജി. നമ്മള് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആസ്ട്രോളജി മെയിൻ ആയിട്ട് ഇങ്ങനെ പ്ലാനറ്റിന്റെ മൂവ്മെന്റ് വെച്ച് അതിനൊക്കെ വേണ്ടിയാണ്. പക്ഷെ ഇപ്പൊ അതിനെ ദുരുപയോഗം ചെയ്യുക. നമ്മുടെ പേഴ്സണൽ കാര്യത്തിന്, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള രീതിക്കൊന്നും ആസ്ട്രോളജി നമ്മൾ ഉപയോഗപ്പെടുന്നതേ ഇല്ല. ലൈക്ക് ചൊവ്വാദോഷം ഭയങ്കര സീനിയറുള്ള കാര്യമാണ്. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച ആള് മരിച്ചു പോകുന്നു, ലൈക്ക് അതൊക്കെ ഭയങ്കര അന്ധവിശ്വാസമാണ്. അന്നേരം പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂജയായി വഴിപാടായി
ജോത്സ്യനും കുറച്ചങ്ങ് ഉപയോഗിക്കും. ജോത്സ്യൻ എനിക്ക് തോന്നി ജോത്സ്യന്മാരും തിരുമേനിമാരോട് ഭയങ്കര കരിയാണ്. അത് രണ്ടുപേരും അത് രണ്ടുപേരും ഒരു ടീംസാണ്. എനിക്ക് അറിഞ്ഞതിനെ പറ്റി എല്ലാ റിലീജിയനും ഉണ്ടായിരിക്കും. ബട്ട് ഞങ്ങളെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അല്ലേ, ഞാൻ ഹിന്ദുക്കളെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളു. എനിക്ക് തോന്നുന്നു എല്ലാ റിലീജിയനും ഉണ്ടെന്ന് തോന്നുന്നു. പല രീതിയിലായിരിക്കുമല്ലോ ഈ ജോത്സ്യന്മാർ ചുമ്മാ. പിന്നെ വേറെ ടീംസ് ഉണ്ട്, മറ്റേ തത്തെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പരിപാടി. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന്. പിന്നെ ഞാൻ പണ്ട് മറൈൻ ഡ്രൈവിലൊക്കെ പോയിരിക്കും പോലെ എറണാകുളത്ത്. കൈ നോക്കാൻ ഇങ്ങനെ ആൾക്കാർ വടിയായിട്ട് മറ്റേ ഇത് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് അല്ല പോടാ, ഭൂതക്കണ്ണാടിയോ ആ സാധനമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പം ഞാൻ പറയാം എനിക്കതൊന്നും താല്പര്യമില്ല പറയും. അവൻ പറയാം എന്തിനും പൈസ തരുമോ? അതാ അവർക്ക് അങ്ങനെ ചുമ്മാ തള്ളി. എന്നിട്ട് ഇത് ആക്ച്വലി ഇത് പൈസയ്ക്ക് വേണ്ടി വരുന്നത്. എന്നിട്ട് പറയാം മോന് ഇത്ര വയസ്സിൽ കല്യാണം, മോന് ഭയങ്കര അത് സൂചിപ്പിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പൈസ ഇല്ല, ഞാൻ വേണമെങ്കിൽ മുട്ടായി തരാന്ന് പറയും. മുട്ടായി എന്തൊക്കെയോ പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഇവിടെ നമ്മള് വെറുതെ പോയി ഇവിടെ കാറ്റുകളായിരിക്കുന്ന. അപ്പൊ ഇങ്ങനെ കുറെ മറൈൻ ഡ്രൈവിൽ കുറെ ആൾക്കാരുണ്ട് കൈ നോക്കാൻ വരുന്നത്. ലൈക്ക് അവർക്ക് ഡയറക്റ്റ് പൈസ വയ്ക്കാൻ മടിയാ. അപ്പം അവരിങ്ങനെ വന്നിട്ട് കൈ നോക്കിയിട്ട് പറയുന്ന താല്പര്യമില്ല, എന്തായാലും പൈസ തരും മോനെ. ഞാൻ കളിയാക്കുന്നതല്ല സംഭവം അങ്ങനെയാണ്. അതായത് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമല്ലേ അവര് പറയുന്നു. നിനക്ക് ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായി. രണ്ടാമത്തെ എക്സ്പീരിയൻസ് നിനക്ക് ആസ്ട്രോളജിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ് നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി പ്രവചിച്ചത് വല്ലതും ഉണ്ടോ അങ്ങനെ? നീ എന്തായാലും ആസ്ട്രോളജി പുള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ. ഞാൻ പോയിട്ടുണ്ട്, പിന്നിലേക്ക് പോയിട്ടുണ്ട്. അതിന് വേണ്ടി പുള്ളിക്കാരെല്ലാം നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണ് ഒരു സംഭവം ഉണ്ട്, അതായത് നീ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല വിശ്വസിക്കുന്നില്ല. ആ സംഭവം എന്ന് വരും നമ്മുടെ ഫാമിലിയിൽ ഒരു പൂജ നടന്ന ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലി എല്ലാം വിശ്വസിക്കുന്നവരാണ്. പൂജ നടന്നിട്ടുണ്ട്. അല്ലടാ, നമ്മുടെ കുടുംബത്തിൽ ഒരു പൂജ നടന്ന ഓർമ്മയുണ്ടോ? കൊറേ പൂജ നടന്നു. അതായത് ഏത് പൂജയാണെന്ന് ഓർമ്മയില്ല. ശരി, കൊറേ പൂജ കൊറേ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പൂജ ടൈമില് ജോത്സ്യം പറഞ്ഞായിരുന്നു. ഇങ്ങനെ അച്ഛനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളേ. ജോത്സ്യം പറഞ്ഞായിരുന്നു, അതായത് ഈ പൂജ ചിലപ്പോൾ മുടങ്ങിപ്പോവും, ഒരു മരണം സംഭവിക്കുന്നു. ആക്ച്വലി ആ ടൈമിൽ നമ്മൾ ഫാമിലിയുടെ മരണം നടന്നായിരുന്നു. അതറിയുന്നുണ്ട്, ആ ഇൻസിഡന്റ് അറിയും. അങ്ങനെ ഒരു ഇഷ്യൂ, ആ ഒരു ഇൻസിഡന്റ് നമുക്ക്. പക്ഷെ അതൊക്കെ ചുമ്മാ ആയിരിക്കും, അതൊക്കെ കോഇൻസിഡൻസ് ആണ്. അതൊക്കെ കോഇൻസിഡൻസ് ആയിട്ട് സംഭവിച്ച സംഭവം ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പം പിന്നെ ഭയങ്കര ഒരു അനുഭവം കൂടി. മറ്റേ നമ്മളെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജോത്സ്യം വന്ന് മറ്റേ ഏഷ്യാനെറ്റ് പ്ലസിനകത്ത് പുള്ളിക്കാരൻ പെയ്യും, ഈ വർഷം കടുത്ത വേനലായിരിക്കും, ഭയങ്കര, അതായത് ഇതുവരെ കണ്ടിട്ട് ചൂടായിരിക്കും എന്ന് പറഞ്ഞ വർഷമാണ് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത്. കേരളം വെള്ളത്തിന്റെ അടിയിലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ എന്തോ ചിന്തിക്കും. അതായത് ഇതിനൊന്നും ഒരു സോളിഡ് ആയിട്ട് എവിഡൻസ് ഇല്ല. അതായത് എല്ലാം കോയിൻസിഡൻസ് സംഭവിച്ചു പോകുന്നു. അതല്ല, ഇതിനൊന്നും നമുക്ക് പറയാനില്ല അല്ലേ. ലൈക്ക് ഒരു 10 പറയുമ്പോൾ അതിനകത്ത് 1 2 ആയിരിക്കും ഭരിക്കുന്നത്. ലൈക്കായിട്ട് ചിലപ്പോൾ ഒന്നും ഭരിക്കത്തില്ല. പിന്നെ ഭരിക്കുന്ന കാര്യം എനിക്ക് തോന്നി ഫാമിലിയായിട്ട് അറ്റാച്ച് ചെയ്തെന്ന് പറയുന്ന ആ ടീംസ് അങ്ങനെയുള്ള ഉണ്ട്. ഈ ഇപ്പം ആസ്ട്രോളജി ദൈവത്തെ കണക്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ലോജിക് ഇല്ല. അല്ല, ദൈവത്തെ വിശ്വസിക്കുന്നില്ല. ഇല്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് കുളത്തരമായിട്ട് തോന്നുന്നത്. അങ്ങനെയല്ല, ഒരു ലൈക്ക് ഇപ്പം ഗ്രഹങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പം അതിനകത്ത് ദൈവത്തിന്റെ സൂര്യനെ ദൈവമായിട്ടാണ് കാണുന്നതും. സൂര്യനെ ദൈവമായിട്ടാണ് നീ എന്റെ ഒരു ഇതില് ലൈക്ക് ഇപ്പം ആസ്ട്രോളജിയിൽ ഇപ്പോഴും അല്ല, എന്നുവെച്ചാൽ ആസ്ട്രോളജി എന്ന് പറയുന്നത് അവർ തിരുത്താൻ റെഡിയല്ല. പണ്ടുള്ള ആസ്ട്രോളജി എന്താന്ന് പറയുന്നത് അതാണ് ഇപ്പോഴും. കാരണം സൂര്യൻ ഇപ്പോഴും ഗ്രഹമാണ് ആസ്ട്രോളജിയിൽ. അല്ല, ഇപ്പോഴത്തെ ഒരു വെച്ച് അതൊരു ഭയങ്കര ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെ, അത് ഇതൊക്കെ പോട്ടെ, ഇതൊന്നും അല്ല. ഒരു ആപ്പൊക്കെ ഉണ്ട്, അറിയൂ, എനിക്ക് എപ്പോഴും ഇൻസ്റ്റയിലെ അത് തന്നെ എപ്പോ സ്ക്രോൾ ചെയ്താലും വരുന്ന ഒരു സംഭവം യൂട്യൂബിൽ തിരിച്ചു വരുമോന്ന് പറഞ്ഞൊരു ആഡ് വരും. എന്നിട്ട് വേറൊരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ 2025 നടക്കുന്ന 2025 ആഡാണ്. അവരെന്ന് ഷൂട്ട് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് ചുമ്മാ എഡിറ്റ് ചെയ്ത് കാണിക്കും. ഒരു ഭയങ്കര ഒരു ഫേമസ്
ആക്ടറിന്റെ കല്യാണം ഒരാളുമായിട്ടാണ് ഇങ്ങനെ കാണിച്ച് ഭയങ്കര ആടാ. ഇതൊക്കെ ചുമ്മാ ഉടായിപ്പാണെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ അതിനകത്ത്? ഇതൊക്കെ അതായത് ഇത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് ഒരു ആപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ബിസിനസ് ഇടയ്ക്കൊരു കുറച്ച് 4-10 വർഷം മുന്നേ തോന്നുന്നു ഈ കമ്പ്യൂട്ടർ ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനം മറ്റേ ഇല്ല നമ്മള് എന്തോ അതുകൊണ്ടല്ലേ കമ്പ്യൂട്ടറിലുള്ള ജ്യോതിഷം. കബഡി ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ലാപ്പിലിട്ട് ഇങ്ങനെ കുത്തുന്നു, കുറച്ചും കൂടെ അഡ്വാൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതെ, ഞാൻ നമ്മളെ ജില്ലയിൽ ഒരു ഫെസ്റ്റ് നടന്ന ടൈമില് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. മറ്റേ ഇല്ല ഒരു സ്റ്റാർ മറ്റേ കയ്യിൽ വെച്ചിട്ട് മറ്റേ നമ്മുടെ കയ്യിലെ രേഖകളെല്ലാം നോക്കിയിട്ട് ഒരു 5-6 പേപ്പറിനകത്ത് ഫുൾ എഴുതി വരും. എന്തോ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്നും പറ്റിയില്ല. ഒറ്റ ഫോർമാറ്റ് ആയിരിക്കും സംഭവം എന്ന് പറയുന്നത്. പേരും നാളും ചിലതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. ഞാൻ പണ്ട് ഒരു ബിലീവർ ആയിരുന്ന സമയത്ത് ഞാൻ ആസ്ട്രോളജിയുടെ ബുക്കും ദൈവത്തിന്റെ കുറെ വായിച്ചിട്ടുണ്ട്. അതില് അന്ന് എനിക്ക് ആസ്ട്രോളജിയിൽ അത്ര വിശ്വാസമൊന്നുമില്ല, പക്ഷെ ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, ദൈവത്തെ വിശ്വാസമുണ്ട്. അസ്ട്രോളജി ഒരുപാട് ഫാമിലി കിടന്ന് ഒരുപാട് ഇൻസിഡന്റ് വെച്ച് നോക്കുമ്പോഴും ചിലപ്പോൾ ഒരുപാട് ഇൻസിഡന്റ് വെച്ച് നമുക്ക് വിശ്വസിച്ച് പോകും. ബട്ട് അതൊരു 100 സംഭവം നടന്നപ്പോഴായിരിക്കും ഒരെണ്ണമായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കാര്യം പറട്ടെ, യൂണിവേഴ്സിന് വേറെ പണിയില്ലേ നമ്മളെ കാര്യം എന്നൊക്കെ? അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനല്ല, അതില് ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പവർ നമ്മളെ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല വിശ്വാസം. ലൈക്ക് ഇപ്പം എനിക്ക് ചിലപ്പോൾ തെറ്റാ, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ബട്ട് ഇത് ഉണ്ടെന്നുള്ളൊരു തെളിവ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മള് ഇല്ലാന്ന് പറയുന്നത്. അസ്ട്രോളജി ആണെങ്കിലും ദൈവം ആണെങ്കിലും രണ്ടിനും തെളിവില്ല. അതാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. ജിത്തുവിന്റെ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഫുൾ ടൈം അമ്പലം അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവൻ പൂജാരിയാവും ആ ഒരു രീതി വരെ അത്രയ്ക്കും ഇതായിരുന്നു. മറ്റേ ചന്ദനമൊക്കെ ഫുൾ ടൈം തൊട്ട് കിടന്ന് ആ ഒരു രീതിയാണെന്ന് എങ്ങനെ ഇങ്ങനെ ആയെന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പോ അവന്റെ എനിക്കറിയാം, ഞാൻ തിരുമേനിയുടെ ബാക്കിൽ പിന്നെ ദേവിക്ക് ഇങ്ങനെ കൊടയൊക്കെ പിടിച്ചു പോകുന്ന ടീംസ് ആയിരുന്നു ഇവൻ. എനിക്കറിയാം ഇവൻ എന്ത് മാറ്റോ വന്നേന്ന്. ഭയങ്കര അന്ന് പറഞ്ഞാൽ ഇവന് എനിക്ക് ഒറ്റ ടൈമിൽ തന്നെ 4-5 അമ്പലത്തിൽ പോകുമായിരുന്നു. അതായത് ഒരിടത്ത് കഴിഞ്ഞ് അടുത്തടുത്ത്. ഞാൻ പക്ഷെ നിന്റെ അത്രയും ചെയ്തല്ലോ കേട്ടോ. ഞാൻ ഒരിടത്തേ പോയിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനല്ല. ഇവ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീച്ച് അമ്പലത്തിൽ ചന്ദനം വാങ്ങാൻ പോയി, ഒരു ബോധവും ഇല്ലാതെ. അത് വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു അമ്പലത്തിൽ. അത് ഞാന് ഭയങ്കര ഇവന് വരും, ഇവൻ വീട്ടിൽ വരുമ്പോൾ ഇവന് ഫുൾ ടൈം അമ്പലത്തിൽ വരുമായിരുന്നു. എന്നിട്ട് ഞാൻ പോയി മണിയൊക്കെ അടിക്കും, ഭയങ്കര ശംഖൂതും. ഞങ്ങൾ ഈ ഇടയ്ക്ക് അമ്പലത്തിൽ പോയപ്പോഴും എനിക്ക് ശംഖ് ഊതിയിട്ടപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു, മുസ്റ്റ് പഠിക്കുന്നു ശംഖ് നിന്റെ അടുത്തല്ലെന്ന് തോന്നുന്നു. എന്നോടൊന്നല്ല. പിന്നെ ഇവന്റെ ആ ഒരു പഴയ കാലത്ത് ഇത് നോക്കുമെങ്കിലും ഇവനെന്തോ അത്ര എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. അതുകൊണ്ടാണ് അല്ലേ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിന് സംഭവിച്ചത്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും വന്നില്ല. എനിക്ക് അസ്ട്രോളജിയിൽ ഇവൻ അത്യാവശ്യം നല്ല. എനിക്ക് ആസ്ട്രോളജിയിൽ വിശ്വാസം ഒന്നുമില്ലായിരുന്നു പണ്ട്. ദൈവത്തിൽ ഉണ്ടായിരുന്നു, ആസ്ട്രോളജിയിൽ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. ആസ്ട്രോളജി ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ആസ്ട്രോളജി നല്ലതാണോ? ഞാൻ മുമ്പിലൊന്നും പോയിട്ടില്ല. ഒരു വട്ടം പോയി. ഞാൻ 8th സമയത്താണ് പോയത്. അന്ന് പുള്ളിയായിട്ട് ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇഷ്യൂ ഒന്നുമല്ല. പുള്ളി പറഞ്ഞു ഈ സൂര്യൻ നമ്മളെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഇവിടെ കണ്ട് നിൽക്കും, അങ്ങനെ എന്താ പറയാ. ഞാൻ പറഞ്ഞു സൂര്യന്റെ ചുറ്റുമല്ലേ നമ്മളെ ഇറങ്ങുന്നത്, അപ്പൊ എർത്തിന്റെ ചുറ്റും എങ്ങനെയാണ് ജോഗ്രഫി പഠിപ്പിച്ചു. അതൊക്കെ പറയാം, ഇവര് നല്ല രീതിയിൽ ജോഗ്രഫി പഠിച്ചിട്ടാട്ടോ വരുന്നത്. ശരിയാ, തെറ്റാന്നേ ഉള്ളൂ. ഫാൾസ് ആയിട്ടുള്ള ജോഗ്രഫി അവർ പഠിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, എന്താണ് ഒരുവിധം കറക്റ്റായിട്ട് ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മണ്ടത്തിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും പറ്റില്ല. അതല്ല, എന്നിട്ട് എന്താണ് ഇപ്പോഴും ഇത്രയും ആൾക്കാരെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര ഒരു നിനക്ക് തോന്നിട്ടുള്ളത്. ശരിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഒരു ആൾക്കാരാണ്. എനിക്ക് പുറത്തങ്ങനെ ആസ്ട്രോളജി ഉണ്ടെന്ന് തോന്നുന്നു. ചില മലയാളികൾ തന്നെ ആയിരിക്കും. അത് ശരിയാ, ബ്രാഞ്ച് ആയിരിക്കും അവിടുത്തെ ഘടകം. KFC ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് തുടങ്ങില്ല, അതെനിക്ക് അവിടെ ഫ്രാഞ്ചൈസ് ആയിട്ട് തുടങ്ങി. അല്ല, അപ്പൊ അതൊക്കെ പറയാനാണെങ്കിൽ കസിൻസ് ഒക്കെ ഇരിക്കുന്ന രാജ്യത്ത്
അവര് പറയുന്ന കേട്ടിട്ടില്ലേ എന്താ ഓരോ റിലീജിയന്റെ ഇത് കാര്യങ്ങൾ റേസിസം അനുഭവപ്പെടുന്നത്? റേസിസം അല്ല, അത് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് അനുഭവപ്പെടുന്നില്ല. അല്ല ഇപ്പം ഇവിടുന്ന് ചെല്ലുന്ന കുറച്ച് ടീംസും ഓരോ റിലീജിയനിൽ പെട്ട അവര് അവിടെ ഒരു ഒരു അതായത് നമ്മളിവിടുത്തെ ഹിന്ദുസ് ആയാലും ഹിന്ദുയിസം നോർമലി ഇന്ത്യ ആ ഒരു ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഹിന്ദുയിസം അവിടെ കൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നു, ഇസ്ലാമിസം. എനിക്ക് ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഈ റിലീജിയൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന ഭയങ്കര കുറവാ. കമന്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ അടി കൂടുന്നില്ല. നേരിട്ടൊന്നും അങ്ങനെ കലാപമൊന്നും ഞാൻ അങ്ങനെ എവിടെ കേരളത്തില് ഇപ്പഴല്ല ബ്രോ, അത് കേരളത്തിൽ പണ്ട് ചരിത്രമല്ല ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടായിരുന്ന ആ ഒരു കാര്യത്തിലാണ്. മലബാറാണോ? ഒരുപാട് കലാപം ഉണ്ടായിട്ടുണ്ട്. മലബാറാണ് എനിക്ക് കുറച്ചും കൂടെ ഓർമ്മിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം, അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനുണ്ട്. ഒരു നമ്മളെ അത് വീഡിയോ ചെയ്യാം. പിന്നെ ഈ ആസ്ട്രോളജി ഒരു അതായത് ചെറിയൊരു ഇഷ്യൂ കാരണം ഭയങ്കര ഒരു ലഹള ഉണ്ടായ ഒരു കാര്യം അതുകൊണ്ട്, അതായത് 2 റിലീജിയൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതില് ഒരു സൂപ്പർ പവറായിട്ട് നിന്നൊരു പുള്ളിക്കാരനെ പറ്റി നമുക്കത് പറയാം. ഞാൻ പുള്ളിക്കാരൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേര് ഞാൻ പറയാം. നമുക്ക് ഒരു വീഡിയോ പുള്ളിക്കാരൻ്റെ ചെയ്യാം. ദൈവത്തിന്റെ പേരൊന്നും പറയില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ ബുക്ക് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അത് പുള്ളിക്കാരൻ്റെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നോക്കണം. കാരണം നമ്മളെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഇതായിട്ടിരിക്കുന്ന പുള്ളിക്കാരനാണ്. പിന്നെ ഈ അസ്ട്രോളജിയെ പറ്റി എന്താണ്? ഭവിഷ്യത്തില് ജ്യോത്സ്യന്മാര് കുറെ പ്രൊമോട്ട് ചെയ്ത സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി എന്താ പറയാ? മറ്റേ എന്താണ് നമ്മളിങ്ങനെ ചുമ്മാ ചിന്തിക്കുമ്പം യൂണിവേഴ്സ് നമ്മൾ ആ കാര്യം സാധിക്കും. അത് വേറെ ഊളത്തരമാണ്. നിന്റെ അഭിപ്രായം അതല്ലേ? ഒരിക്കലും അത് റൈറ്റ് അല്ലല്ലോ. നമ്മള് ചിന്തിച്ചാൽ മാത്രം കിട്ടത്തില്ല. നമ്മളതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, കിട്ടിയായിരുന്നെങ്കിൽ അല്ല എനിക്ക് 100K കിട്ടും ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് പിറ്റേന്ന് 100K ആവും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് റോങ്. അതിന് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി അധികം ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിഞ്ഞൂടാ. നീ അത് പറഞ്ഞപ്പം ഞാൻ ഒരിക്കലും അത് എഗ്രി ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ, അറിയണ്ട. അതായിരിക്കും കുറച്ചും പറ്റത്തെ. എന്തിനാ തെറ്റൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നത്? അത് ശരിയാ. അല്ല തെറ്റ് പഠിച്ചാലേ നമുക്ക് ശരി അറിയാൻ പറ്റും. അത് ശരിയാണ്. അല്ല ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നീ പറഞ്ഞത് വെച്ച് ഒരിക്കലും ഈ തെറ്റ് പഠിച്ചാൽ ചിലപ്പം ശരി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മതം പഠിക്കുമ്പോൾ നമുക്ക് മതം തെറ്റാന്ന് അത്ര പേര് പറയുന്നു ഇല്ല. അത് ശരി. വേർതിരിവുകളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലൊന്നും. അത് ശരിയാ. ഈ നീ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ മതം പഠിച്ച് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഇപ്പം നല്ലത് ചെയ്യാൻ മതം വേണമെന്നും ദൈവം വേണമെന്നില്ല, അസ്ട്രോളജി വേണമെന്നില്ല. അത് ശരി. ഏത് ശരി? അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മാധവൻ പറയുന്നതാണ് ശരി. പക്ഷെ ഗോവിന്ദൻകുട്ടി പറയുന്നത് ശരിയാണ്. അങ്ങനല്ല, നീ പറഞ്ഞത് ശരിയാണ്. എടാ എന്താ പറയാ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജി പഠിച്ചതിൽ നമ്മൾ കറക്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക, അതാണ് വേണ്ടത് അല്ലേ? പക്ഷെ നമ്മളെ അതായത് നമ്മളെ പാത്ത് ഫോളോ ചെയ്ത് അങ്ങനെ അല്ലല്ലോ നമ്മള്. അതായത് ഒരു ഡിവോട്ടി ആയിരുന്നു, അവിടെ നിന്ന് വന്നപ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആയിരിക്കാം നമ്മളെല്ലാരും. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത്രയും നാളെ പഠിച്ചത് തെറ്റാന്ന് പറയാൻ ഭയങ്കര മടിയാ. അതുകൊണ്ടാണ് ആരും ഇങ്ങനെ എത്തിസം പ്രൊമോട്ട് ചെയ്യാത്തത്. അതിനെപ്പറ്റി ആരും ചിന്തിക്കാത്ത, ദൈവം ഇല്ലാന്ന് ആരും ചിന്തിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ അവർ പഠിച്ചുകൊണ്ട് വന്ന കാര്യം തെറ്റാന്ന് പറയാൻ ഭയങ്കര മടിയാ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഈ ദൈവത്തെയൊക്കെ പറ്റി പറഞ്ഞു. അപ്പം നിനക്ക് ഈ പൂജകളൊക്കെ എങ്ങനെയാണ് നീ കാണുന്നത്? ആസ്ട്രോളജിപരമായുള്ള പൂജകളുണ്ടല്ലോ, അതായത് നമ്മളിവിടുത്തെ ജ്യോത്സ്യന്മാരോട് നടത്തുന്ന പൂജകൾ. പൂജ എന്ന് പറയുന്നത് ഭയങ്കര പൈസ പറ്റാനുള്ള മെയിൻ കാര്യങ്ങളാണ്. പല പൂജകളും ഇപ്പം പുതിയതായിട്ട് വരുന്ന പൂജകളാണ്. ഇപ്പം പണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം 10,000 വർഷങ്ങളായി നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്, ആയതേ ഉള്ളൂ.
അപ്പം അന്നേരമാണ് ഈ കൃഷിക്കുള്ള ദേവതയൊക്കെ വന്നത്. 5000 വർഷങ്ങളായതുകൊണ്ട് നമ്മൾ എഴുതാൻ ആയിട്ട് എഴുതി തുടങ്ങിയതൊക്കെ. അപ്പൊ അന്നേരമാണ് പല ദൈവങ്ങളും പിന്നെ വന്നത്. അപ്പം അതിന് മുമ്പേ പൂജകളൊന്നും ആരും നടത്തിയിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പൂജകൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പറ്റിക്കാൻ മനുഷ്യരെ അത് ചെയ്ത കുറേ പരിപാടികളാണ്. ഈ പൂജ ചെയ്യുന്നവർക്ക് മിക്കവർക്കും അറിയായിരിക്കും ഇത് നടക്കാൻ പോകുന്നില്ല, അതിന് പൈസ കുറച്ച് ചൊള കിട്ടുമല്ലോ എന്ന് ആലോചിച്ചാണ് പലരും അത് ചെയ്യുന്നത്. അങ്ങനെ ഉറപ്പായിട്ടും ബിലീവർ. നീ ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഒരു നിനക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു പൂജ ചെയ്തു, ക്രാക്ക് പൂജ. അപ്പം നീ ആ പൂജ ചെയ്യുമ്പം നിനക്ക് നീറ്റ് പാസ്സാവും പഠിച്ചിരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നീ നേരത്തെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലേ, അത് ലോ ഓഫ് അട്രാക്ഷൻ, ഇത് പൂജ, ദൈവത്തിന്റെ സ്വന്തം ക്രാക്ക് പൂജ അല്ല. ക്രാക്ക് പൂജ നീ എങ്ങനെ പറയാതെ എടാ, അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാതെ വേറെ ഒരു സംഭവം ചെയ്തിട്ടും കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് സക്സസ് ഉണ്ടാവും. അപ്പൊ ഈ പൂജ നടത്തിയ വെറുതെ ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ, ഒരു ഫിലിം ഹൗസ് പ്രൊഡക്ഷൻ പുതിയൊരു സിനിമ പൂജ ചെയ്യുന്നു, നല്ല സിനിമ അല്ലെങ്കിൽ അത് മുട്ടും. ആ, അത് ശരിയാ. ഈ പൂജ ചെയ്ത് തുടങ്ങി എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞ പൂജയൊന്നും വർക്കാവുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ നല്ലത് ചെയ്താ നല്ലത് കിട്ടും. അവിടാണ് ഒരു കാര്യം ഇരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരെയും മൈൻഡ് സെറ്റ്, അതായത് അവർക്കൊരു തൃപ്തിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതായത് അവർ ആ ഒരു സംഭവം ഫോളോ ചെയ്ത് ഇനി അത് ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ടും പൊട്ടുന്നവരുണ്ടല്ലോ. എന്നിട്ട് അതിന് എന്താ ആരും പഠിക്കാതെ, തെറ്റിന്ന് ആരും പഠിക്കുന്നില്ല, അതാണ് കാര്യം. അല്ല, അവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് പൂജ ചെയ്തുകൊണ്ടായിരിക്കും ഇത്രയെങ്കിലും എത്തിയത്. അതാ അതിനെ കാട്ടി പൊട്ടി വളർക്കില്ലേ. ഇപ്പൊ ഞാൻ 10,000 രൂപ പോലും തിയേറ്ററിൽ നിന്ന് കിട്ടാതെ പോയ പടങ്ങളുണ്ട്. ആസ് എ ബിലീവർ, ഇപ്പൊ എന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ദൈവത്തോട് അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇത്രയെങ്കിലും നമുക്ക് കിട്ടിയത്. ആ ഒരു തോട്ട് വരുവാണ്, മനസ്സിലായോ? വരുമായിരിക്കും, തോട്ട് വരും, അത് തെറ്റൊന്നുമല്ല. ബട്ട് അത് അങ്ങനെ അതിനകത്ത് കാര്യമൊന്നും ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. നീ ചുമ്മാ ഒരു മനുഷ്യ ഏത്തിസ്റ്റ് ആയിട്ട് നീ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുന്നു. പക്ഷെ ആസ് എ ബിലീവർ ആയിട്ട് നീ ചിന്തിച്ചു. ഞാൻ ഒന്നും നിൽക്കുന്നില്ല. എനിക്കൊരു ദൈവം എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ലാന്നൊരു രീതിയിൽ നിൽക്കും. ചുമ്മാ ഒരു പോയിന്റിൽ നിന്നിട്ട് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നിന്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു ആലോചിച്ച് നോക്കിയാൽ ഇല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും രക്ഷപ്പെട്ട ആൾക്കാരാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കേണ്ടവരാണ്. ഓക്കെ. പക്ഷെ എന്തോ ഒരു എനർജി, ഞാനത് ഒരുപാട് വട്ടം പറയുന്നുണ്ട്, എന്തോ ഒരു എനർജി, ആ ഒരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ബട്ട് എന്നാലും ആ ഒരു ഫാക്ടർ ആയിരിക്കും എനിക്ക് തൃപ്തിയാവുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നമ്മളിപ്പോ ആസ്ട്രോളജി പറഞ്ഞ് എത്തിപ്പോയി. അതിന് അങ്ങോട്ട് പോകേണ്ടതാണല്ലോ. അതായത് ആസ്ട്രോളജി ഇത് കണക്ട് ചെയ്ത് എടുക്കുവാണല്ലോ. അതായത് ഒരു ബിലീവർ ആയാലല്ലേ പുള്ളിക്കാരന് പോയി അത് ചെയ്യാൻ പറ്റൂ. നീ ആദ്യം പറഞ്ഞു നീ ഒരു ആസ്ട്രോളജിയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, വിശ്വസിക്കുന്നില്ലല്ലോ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അതായത് ഈ പൂജയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പം ഒരു ബിലീവർ എന്ന രീതിയിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് അത് ചെയ്താൽ നമുക്കൊരു, അതായത് അവിടം വരെ എത്തിയല്ലോ. നീ സിനിമയുടെ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ അവിടം വരെങ്കിലും എത്തിയല്ലോ, ആ ഒരു ഇതിൽ പറഞ്ഞതാ. ഇപ്പൊ ഒരു നീ പറഞ്ഞില്ലേ 10,000 രൂപ പോലും തിയേറ്ററിൽ കിട്ടാത്ത സിനിമ. അതായത് പുള്ളിക്കാരൻ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും, പൂജ ചെയ്തില്ലായിരുന്നെങ്കിൽ അതുപോലും എത്തത്തില്ല. ആ ഒരു അത് എന്തൊരു കൂടുതൽ. അതിപ്പം വേറെ കാര്യം പറയാം. നിനക്ക് ആർസിനെ അറിയോ? പുള്ളി ഒരു ഓതറാണ്, രവീന്ദ്രൻ സി. ഇപ്പൊ ആർസിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആർസി ഒരു ദിവസം പറഞ്ഞു. നിനക്ക് ആർസി അറിയാലോ, അപ്പം പുള്ളി ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കേട്ടാ, ഇപ്പൊ ഒരു വിശ്വാസീനെ വണ്ടി ഇടിച്ച് പുള്ളി മരിച്ചു പോയാ ആൾക്കാർ പറയും നല്ല നല്ല ആൾക്കാരെ ദൈവം നേരിട്ടെടുക്കും. ഇപ്പൊ മരിച്ചില്ലെങ്കിൽ പറയുമായിരിക്കും കൈയും കാര്യം നോർമലി പറയുന്ന സംഭവമാണ്. ജീവൻ ഉണ്ടല്ലോ, ഭാഗ്യം, ദൈവത്തിന്റെ ഇത്. ശരി, എയ്ത്തിസ്റ്റ് ഇത് പറഞ്ഞാൽ എയ്ത്തിസ്റ്റിന് ഒരു ആക്സിഡന്റ് പറ്റി കൈ ഒടിഞ്ഞാൽ പറയും ദൈവത്തിന് വിശ്വാസം ഇല്ല, അതുകൊണ്ടാണ് കൈ ഒടിഞ്ഞത്. കാരണം ആൾക്കാർ ഒരു ആക്സിഡന്റ് പറ്റി അത് 2 പോയിന്റ് ഓഫ് വ്യൂ കാണും. അതാണ് പ്രശ്നം. ഇതിനെല്ലാം എടുക്കേണ്ട രീതി എടുക്കണം അല്ലേ? ഇപ്പം നമ്മളിന്ന് പറഞ്ഞത് ആസ്ട്രോളജിയാണ്. ആസ്ട്രോളജി എത്തിസൊക്കെ ബിലീവിങ്ങും എല്ലാം
ബന്ധപ്പെട്ട് കിടക്കുക. ആസ്ട്രോളജി അല്ല, എത്തിസ്റ്റ് ഇച്ചിരി മാറിയേക്കാണ്. നിങ്ങളാണ് ഒരേ തൂവൽ പക്ഷികൾ. ഓക്കെ, അതായത് ഇതെല്ലാം കണക്ട് ചെയ്ത് വരും. കാരണം വേറെ ഒന്നുമല്ല, ഒരു ഏത്തിസ്റ്റ് എന്തായാലും ഒരു ജോത്സ്യനോട് പോകത്തില്ലല്ലോ, ഇത് ഈ ആസ്ട്രോളജി വിശ്വസിക്കും, ഒരിക്കലും ഇല്ല. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുക, ഒരു ബിലീവറെ പോകത്തുള്ളൂ, ഇതെല്ലാം നമുക്കറിയാം. എന്നാലും നമ്മളെ ഇന്നത്തെ വീഡിയോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്ന് എന്തായാലും പ്ലാൻ ഇല്ലായിരുന്നു. സംസാരിച്ച് വന്നപ്പോ ഇപ്പൊ നമ്മളൊരു കണ്ടന്റ് ഇടുവാണെങ്കിൽ എവിടുന്നെങ്കിലും, അതായത് നമ്മൾ സംസാരിച്ച് വരുമ്പോഴായിരിക്കും ആ ഒരു കണ്ടന്റിൽ ടച്ച് ചെയ്ത് പോകുന്നു. അല്ലാതെ ഒരിക്കലും ആ ഒരു ടോപ്പിക്ക് മാത്രം സംസാരിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. അതായത് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ എന്തായാലും എവിടെയെങ്കിലും കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അസ്ട്രോളജിയും ഇതെല്ലാം ഇന്റർ കണക്ട് ചെയ്തതായിരുന്നു. അപ്പം ഇവന്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ മായ്ച്ചു കളഞ്ഞതാ. ഇടയ്ക്ക് വെച്ച് ചന്ദനം കണക്ക് കിടപ്പുണ്ട്, അത് ഇവിടെ കറണ്ട് ഇല്ല ഇപ്പം. അപ്പം വിയർത്തത്, അപ്പോഴത്തേക്ക് പൗഡർ എല്ലാം കൂടെ ഒന്ന് ചന്ദനം കണക്ക് ഇരുന്നു. അപ്പം പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് ചന്ദനമാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും. അങ്ങനെ മായ്ച്ചു കളഞ്ഞതാ. നിങ്ങളാരും വിചാരിക്കില്ലേ ചന്ദനക്കുറി ഇട്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇപ്പം നമുക്കൊരു സജഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസ്ട്രോളജി ചെയ്തത്. ഇനി നമ്മളെ കയ്യിൽ ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സജഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും. ഷുവറായിട്ട് അത് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളാണല്ലോ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ എത്രത്തോളം വാച്ച് ചെയ്യുന്നു അതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രചോദനം. യെസ്. അപ്പം നിങ്ങൾ എന്തായാലും നല്ല നല്ല കമന്റ്സും ഒരുപാട് ഷെയറും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. ഞങ്ങളിപ്പം ഈ ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ഷോർട്സ് ആയിട്ടാണ് മാക്സിമം നോക്കുന്നുണ്ട്. അപ്പം എളുപ്പമാണ് കാണാൻ. മറ്റേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻസ് മാത്രം കാണാം, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അസ്ട്രോളജിയും അതിനെ പറ്റി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയോട് വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.